ഇന്ന് നാം സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നു. ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് തന്നെ വെളിപ്പെടുത്തിയതിന് ശേഷം ഈ ലോകത്ത് നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ സമയമായി എന്ന് ശിഷ്യന്മാരെ അറിയിക്കുകയും അവർക്ക് വലിയ ദൗത്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. താൻ ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തേണ്ടത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരാണെന്ന് ഉത്തമമായിട്ടുള്ള ബോധ്യത്തിൽ അവരെ വചനം പ്രഘോഷിക്കുവാനും പഠിപ്പിക്കുവാനും തൻ്റെ സ്നേഹവും കാരുണ്യവും ക്ഷമയും ലോകത്തിനു മുമ്പ് അറിയിക്കുവാനും തന്നിലൂടെയാണ് രക്ഷയെന്ന ബോധ്യം പകർന്നു കൊടുക്കുവാനുള്ള വലിയൊരു വിളി ശിഷ്യന്മാർക്ക് നൽകും. കർത്താവിൻ്റെ അന്ത്യാഭിലാഷം എന്ന നിലയിൽ സ്വർഗത്തിലേക്ക് എന്നുള്ളതിന് മുമ്പ് ഭൂമിയുടെ അതിർത്തി വരെ പ്രഘോഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ശിഷ്യന്മാർക്ക് നൽകി അനുഗ്രഹിക്കും. ഈ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിളിയെക്കുറിച്ച് ഉത്തമമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണമെന്ന് അവിടെ നിന്ന് നൽകിയിരിക്കുന്ന ഈ വിളി അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെന്ന ഈ സ്വർഗാരോഹണ തിരുനാളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വർഗാരോഹണ തിരുനാൾ കഴിഞ്ഞാൽ പുതിയൊരു പെന്തക്കോസ്തായ്ക്ക് ശേഷം എല്ലാ ദൗത്യം പൂർത്തിയാക്കി ത്രിത്വൈക ദൈവത്തിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നു. സ്വർഗാരോഹണ തിരുനാളിലൂടെ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകുന്ന കർത്താവ് നമ്മെ ഏൽപ്പിച്ച വലിയ ദൗത്യമാണ് തൻ്റെ സ്നേഹത്തെക്കുറിച്ച്, താൻ പകർന്നുന്ന സദ്വാർത്തയെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് ലോകത്തെ അറിയിക്കുവാനുള്ള വലിയൊരു ദൗത്യം. ഈ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റെടുക്കുവാൻ ക്രിസ്തു ശിഷ്യരെന്ന നിലയിൽ നാം ഓരോരുത്തരും ബാധ്യസ്ഥനാണ്. ലോകത്തിൽ നമുക്ക് പീഡകളുണ്ടായേക്കാം, എന്നാൽ അതിനെ അതിജീവിക്കാനുള്ള കരുത്തും ശക്തിയും നമുക്ക് നൽകുന്നത് അവിടുന്ന് തന്നെയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന, വൈദികർ പോലും പീഡിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇന്ന് ക്രിസ്ത്യാനികൾ, ഏറെ പ്രത്യേകിച്ച് ഒറീസയിൽ ഇപ്പോൾ വൈദികർ പീഡിപ്പിക്കപ്പെട്ട സംഭവങ്ങൾ എല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പീഡനങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ സധൈര്യം വിശ്വാസം പ്രഘോഷിക്കുവാനും ആ വിശ്വാസം നിലനിന്നുകൊണ്ട് നമ്മുടെ കർത്താവിലുള്ള രക്ഷ പകർന്നു കൊടുക്കുവാനും നമുക്ക് ഓരോരുത്തരും കഴിയണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളുമ്പോൾ കുരിശിലെ ഒരു ബലിയെക്കുറിച്ച് നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കും. ഈ കുരിശിലെ ബലിയിലൂടെ നമ്മെ ഓരോരുത്തരെയും സമ്പൂർണ്ണമായിട്ടും രക്ഷകൻ നമുക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ നമ്മെ തന്നെ നയിക്കുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന വിളി അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. സ്വർഗത്തിലേക്ക് ശിഷ്യന്മാർ നോക്കി നിന്നു. അവരോട് നൽകിയ സന്ദേശത്തിലെ വലിയ സന്ദേശം ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ദൗത്യം ഏൽപ്പിച്ച കർത്താവിൻ്റെ ആ ദൗത്യം ഏറ്റെടുത്ത യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്നും ഈ സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുകയും ചെയ്യും.